നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിലും ജനങ്ങൾക്ക് വിശ്വാസമായി. ഇവരെ കയ്യിൽ പണം കിട്ടിയാൽ അപ്പോൾ നമ്മൾ തന്നെയാണ് പണം. കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ തയ്യാറില്ല, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തയ്യാറില്ല. അതിൻ്റെ അർത്ഥം ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള അതിൻ്റെ യാത്രയിൽ അതിശക്തിയായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെയാണ്. രാമക്ഷേത്രം ചർച്ച ചെയ്യുന്നത് രാമക്ഷേത്രത്തിന് അനുകൂലമായാൽ മതിയല്ലോ, അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം മാധ്യമം എന്ന് പറയാൻ എന്ത് അർഹതയുള്ളത്? നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രശ്നത്തിന് വരെ നിങ്ങൾ കാര്യമായ വല്ല ചർച്ച നടത്തി. നിങ്ങൾ ഈ നിൽക്കുന്ന മാധ്യമങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം മാധ്യമം എന്ന് പറയാൻ എന്ത് അർഹതയുള്ളത്? ഇന്ന് പങ്കെടുക്കുന്നു. ഏറ്റവും വലിയ കൊള്ളയല്ലേ ഇന്ത്യയിൽ നടന്നത്? ഇതുപോലൊരു അഴിമതിയുണ്ടോ? കുറേ 7500 കോടി ഉറുപ്പികയല്ലേ ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വിവിധ കള്ളപ്പണക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. സാന്റിയാഗോ മാർട്ടിൻ ഉൾപ്പെടെയാണല്ലോ ഏറ്റവും കൂടുതൽ പണം കൊടുത്ത അച്ചങ്ങതിയാണ്. 1300-ലധികം കോടി ഉറുപ്പിക. എന്നിട്ട് ഇവിടെ കള്ളപ്പണത്തിനെതിരായിട്ട് വലിയ പ്രചാരവേല. പൈസ വാങ്ങാതെ ഒറ്റ പാർട്ടി CPIM-ഉം CPI-യും ആണ്. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടേ ഇല്ല, ഞങ്ങൾ അതിനെതിരായിട്ട് കേസ് കൊടുത്തു. അത് പറയുന്നതിന് പകരം ചില മാധ്യമം പറയുന്നത് ഇവർക്ക് ഉണ്ടാക്കാൻ പൈസ കിട്ടിയില്ലെന്നാണ്. നിങ്ങളെല്ലാം എന്ത് പറയാനാണ്? CPIM-നും CPI-ക്കും പൈസ കിട്ടിയില്ല. അല്ലല്ല, അവർ അതിനനുകൂലമാണ്. എതിരായിരുന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവർ ഈ മൃദു ഹിന്ദുത്വ നിലപാടനുസരിച്ച് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണക്കുന്നവരാണ് അവർ. കേരളത്തിൽ മാത്രമാണ് യൂത്ത് കോൺഗ്രസും കൂടി ചേർന്നിട്ട് ഒരു ചടങ്ങ് ഒപ്പിക്കുന്നത് ഇതിനെതിരാണ് എന്ന് പറയാൻ പോലും. കാരണം ന്യൂനപക്ഷത്തിൻ്റെ ഒരു കേന്ദ്രമാണ് കേരളം എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് ധാരണയുണ്ട്. ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, അന്നും എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു ഇത് നടപ്പിലാക്കുന്ന പ്രശ്നമില്ല, അന്നും പറഞ്ഞു. നിയമസഭ ഏകകണ്ഠമായിട്ട് പ്രമേയം പാസ്സാക്കി അയച്ചു നടപ്പിലാക്കാൻ പാടില്ല എന്ന്. ഇപ്പോൾ പറഞ്ഞപ്പോൾ കോൺഗ്രസും പറയുന്നു, അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയും പറയുന്നു, BJP-യും പറയുന്നു, ഒരേ സ്വരം ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മനസ്സിലുള്ള ഇരിപ്പെന്താ? മനസ്സിലിരിപ്പ് വ്യക്തമല്ലേ, നടപ്പിലാക്കണം എന്നല്ലേ. ഇത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല. നിയമം അങ്ങനെയാണ്. നിയമം ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിയന്ത്രിക്കുന്നത്, ജനങ്ങളാണ് അതിന് കരുത്ത്. അപ്പോൾ കോടതിയിലും കൂടി പോകുന്നുണ്ട്. എല്ലാം കൊടുക്കും, എല്ലാ കുടിശ്ശിയും കൊടുക്കും. ഒന്നും വിഷയമാവില്ല. അത് ആർക്ക് വിശ്വാസമായി? നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിലും ജനങ്ങൾക്ക് വിശ്വാസമായി. ഇവരെ കയ്യിൽ പണം കിട്ടിയാൽ അപ്പോൾ നമ്മൾ തന്നെയാണ് പണം. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണം കിട്ടിയാൽ ആ പണം നമ്മുടേതാണെന്ന് ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അതാണ് ജനങ്ങളുടെ വിശ്വാസം. എല്ലാം വിശ്വാസമാണ്. അത് നോക്കാം നമുക്ക് എങ്ങനെയാണ് നടപ്പിലാക്കുമെന്ന്. ചെയ്യില്ല ഉറപ്പിച്ച് പറഞ്ഞല്ലോ നമ്മൾ നടപ്പിലാക്കില്ല. അതിനെ പറഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത്. പ്രായോഗികമായ കാര്യങ്ങളല്ലേ നമുക്ക് നോക്കിയിരിക്കുക. ഏതായാലും കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ തയ്യാറില്ല, പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ തയ്യാറില്ല. അതിൻ്റെ അർത്ഥം ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള അതിൻ്റെ യാത്രയിൽ അതിശക്തിയായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ രാജ്യം വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഒരു 100 സംവത്സരം 1000 സംവത്സരം ഇനി രാമരാജ്യമായിരിക്കും എന്നാണ്. നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ ആരും ചർച്ച ചെയ്താൽ അതിനൊന്നും ചർച്ച ചെയ്യാൻ നേരമില്ല നിങ്ങൾക്ക്. അങ്ങനെ പറഞ്ഞാൽ അതൊന്നും ചർച്ചയായിട്ട് വരില്ല. വേറെ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടെങ്കിലും എന്താ പർവ്വതീകരിക്കപ്പെട്ട പ്രചരണം. നിങ്ങളെ വർഗ്ഗപരമായ വീക്ഷണമാണെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാനതിൽ അങ്ങനെ പറയുന്നു മാത്രമേ. പറയണമല്ലോ ഇതെല്ലാം. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണുന്നവർക്ക് മനസ്സിലാവണമല്ലോ നിങ്ങളെല്ലാം പൊയ്മുഖം എന്താണ് എന്നുള്ളത്, മാധ്യമങ്ങളുടെ ഒരു സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാവണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് മനസ്സിലായിട്ടൊന്നുമല്ല. അതിൽ അവസാനം വരുമ്പോഴുള്ള പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അത് നിങ്ങളാരും കൈകാര്യം ചെയ്തിട്ടില്ല. രാമക്ഷേത്രം ചർച്ച ചെയ്തിരുന്ന കാര്യം രാമക്ഷേത്രം ചർച്ച ചെയ്യുന്നത് രാമക്ഷേത്രത്തിന് അനുകൂലമായാൽ മതിയല്ലോ, അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുകൂലമല്ലാണ്ട്